വെച്ചും മണ്ണിട്ട് മൂടി 2 മീസാങ്കല്ല് നാട്ടിയിട്ട് മൈലാഞ്ചി ചെടി നട്ട് വെള്ളമൊഴിച്ചിട്ട് അവിടെ നിന്ന് ജനങ്ങള് പോയി. ആ സഹോദരൻ ഒറ്റയ്ക്കാണ്. എന്തെല്ലാം മോഹങ്ങൾ ഉണ്ടായിരുന്നു. മക്കളെ കെട്ടിക്കണമെന്ന മോഹമുണ്ടായിരുന്നയാളാ. ഭാര്യയ്ക്ക് നല്ലതുപോലെ ചെലവിന് കൊടുക്കണമെന്ന് കൊതിയുണ്ടായിരുന്ന ആളാ. ആ സഹോദരന്റെ മോഹങ്ങൾ ബാക്കിയായിട്ട് ആ സഹോദരൻ എന്ന് ഖബറിനകത്ത് വിശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, പിന്നീട് സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിച്ചു, വെയിൽ വീശി, കാറ്റ് വീശി, രാത്രി വന്നു, നിലാവുദിച്ചു, നക്ഷത്രങ്ങൾ വന്നു. ഇവിടെ എല്ലാ ട്രെയിനുകളോടി, ഫ്ലൈറ്റോടി, ബസ്സോടി, കാറോടി നമ്മൾ തിന്നു, കുടിച്ചു, നടന്നു, പ്രസംഗിച്ചു, വാഴ കേട്ടു. ഇതൊക്കെ ചെയ്തപ്പോഴും ലോകത്തിന് ഒരു നഷ്ടവും വന്നില്ല, ലോകത്തിനൊരു മുടക്കവും വന്നില്ല. നഷ്ടമാർക്കാണ്? പൊന്നുമക്കൾക്ക് വാപ്പയില്ല, പ്രിയപ്പെട്ടവർക്ക് ഭർത്താവില്ല, പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് മോനില്ല. അദ്ദേഹമാണെങ്കിലോ എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കിയിട്ട് ഖബറിലാണ്. ഇതാണ് പൊന്നുമക്കളെ നമ്മുടെ അവസ്ഥ, ഇതാണ് നമ്മുടെയും അവസ്ഥ. ഞാനങ്ങ് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ജില്ലയിൽ തെക്കിൽ ജുമഅത്ത് പള്ളിയിൽ അടുത്ത വർഷം പോലെ വാളുണ്ടാവൂലേ? ഉണ്ടാവും. ഇന്ന് 5 ദിവസമാണെങ്കിൽ അന്ന് 5 ദിവസം വാള് കാണും. അടുത്ത പ്രഭാഷകർ വന്ന് പ്രസംഗിച്ചു പോകും. ഇതല്ലേ നടക്കുന്നത്? നഷ്ടം എനിക്കും എന്റെ കുടുംബത്തിനുമാണ്. അപ്പൊ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിലൂടെ, അമലുകളിലൂടെ പരലോകം നേടാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ മരിച്ചെന്ന് കഴിഞ്ഞിട്ട് ലോകത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ മരിച്ചെന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഒന്നും നടക്കാതിരിക്കുകയുമില്ല. എല്ലാം അതിന്റെ മുറ പോലെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പണിയെടുക്കണം ആഖിറത്തിനു വേണ്ടി, ആഖിറത്തിനു വേണ്ടി പണിയെടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്ന പരിശുദ്ധമായ ഹിദായത്തിനെ പൊന്നുപോലെ കാപ്പ് സൂക്ഷിച്ച് അല്ലാഹുവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ അല്ലാഹു നമുക്ക് തരുന്ന സമ്മാനമാണ് ആ ഹിദായത്ത് എന്നും നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത്. അതാണ് അല്ലാഹു പറഞ്ഞത്. ഒരു മനുഷ്യനെ ലലാലത്തിനെയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ഭീകരമായി അല്ലാഹുവിന്റെ ദീനിന്റെ ഉലൂമുകൾ, ദീനിന്റെ വിഷയങ്ങൾ, ദീനിന്റെ കർമ്മങ്ങൾ, ദീനിന്റെ പ്രസംഗങ്ങൾ, ദീനിന്റെ മസലകൾ അവന് ഭീകരമായി തോന്നുമെന്ന് അല്ലാഹു നമ്മുടെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കി തരട്ടെ.